ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 86-ാമത്തെ പാർട്ടാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? വർണ്ണ ഫ്രഷായി റൂമിൽ വരുമ്പോഴേക്കും ദത്തൻ ഫുഡ് എടുത്തു വച്ചിരുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ ദത്ത. അവൾ കൈ കഴുകി ചെയറി വന്നിരുന്നു. ദത്തൻ കയ്യിലുള്ള പ്ലേറ്റിലെ ഫുഡുമായി അവളുടെ അരികിൽ വന്നിരുന്നു. ബിരിയാണിയാ? അവൾ അത്ഭുതത്തോടെ നോക്കി. ഇതെപ്പോൾ വാങ്ങി? കുറച്ച് മുമ്പ് നീ ഉറങ്ങണ സമയത്ത്. ദത്തൻ ബിരിയാണി വർണ്ണയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. ഞാൻ കഴിച്ചോളാം ദത്ത. അത് വേണ്ട, എൻ്റെ കുഞ്ഞിന് ഞാൻ വാരിത്തരും. ദത്തൻ വീണ്ടും അവൾക്ക് വാരിക്കൊടുത്തു. ഒപ്പം അവനും കഴിക്കുന്നുണ്ട്. ഇതെന്താ, ചായ കുടിക്കുന്ന സമയത്താണ് നിങ്ങൾ കഴിക്കുന്നേ? ശബ്ദം കേട്ട് നോക്കുമ്പോൾ അടുക്കള ഭാഗത്ത് നിൽക്കുകയാണ് അനുവും വേണിയും. നിങ്ങളെപ്പോ വന്നു? ഇപ്പൊ വന്നോളേട്ടാ. കുറെ നേരമായി ഉമ്മറത്ത് നിന്ന് വിളിക്കണു, ഒരനക്കൂല. അതാ അടുക്കള വഴി വന്നേ, അനു പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെ അടുക്കളയിലിരുന്ന് റൊമാൻസാണ്, വേണി കളിയാക്കി. വർണ്ണയുടെ അരികിൽ വന്നിരുന്നു. ഇതെന്താ, ബിരിയാണിയാ? വേണി അത് പറഞ്ഞു തന്നു. അനു പ്ലേറ്റ് എടുത്ത് കൊണ്ടുവരലും വിളമ്പലും ഒക്കെ കഴിഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് കഴിക്കുന്നോടി പിത്തക്കാളി. വേണിയും ഒരു പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അനുവും വേണിയും കൂടെ ഉള്ളത് കൊണ്ട് ദത്തൻ വാരി തരുന്ന കണ്ട് വർണ്ണയ്ക്ക് ഒരു ചമ്മൽ തോന്നിയെങ്കിലും ദത്തൻ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവനൊരു കൂസലയില്ലാതെ വർണ്ണയെ കൊണ്ട് ആ പ്ലേറ്റിലെ ബിരിയാണി മൊത്തം അവൾക്ക് വാരി കൊടുത്തു. എടോ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. എനിക്കിപ്പോൾ കഴിയുന്നു തോന്നുന്നില്ല ശ്രീയേട്ട. ഒന്നെന്നെ മനസ്സിലാക്ക്, എന്നെ ഇങ്ങനെ നിർബന്ധിക്കാതെ. എന്നായാലും ഒരു ദിവസം ഇത് വേണം. അപ്പം ഇപ്പം തന്നെ ആയിക്കൂടെ? ഇനിയും പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കാനാണോ? അല്ല, പക്ഷെ ഇത്ര പെട്ടെന്ന്. എനിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ടല്ലേ നിമ്മിയെ നിർബന്ധിക്കുന്നേ. ശ്രീയേട്ടൻ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. ഇനി എന്നെ നിർബന്ധിക്കല്ലേ. അത് കേട്ടതും ശ്രീ നിമ്മിയുടെ അടുത്തുനിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഡോറിൻ്റെ അരികിലെത്തിയതും അവനൊന്ന് നിന്നു. എടോ, തനിക്കെന്ത് ഇത്ര ചാടാ? ഞാൻ എൻ്റെ ഓഫീസിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനല്ലേ പറഞ്ഞോളൂ, അല്ലാതെ എന്നെ കെട്ടാനൊന്നല്ലല്ലോ പറഞ്ഞേ. ശ്രീ അത് ചോദിച്ചും നിമ്മി ഒന്ന് ഞെട്ടി. അത് കണ്ട് പുറത്തേക്ക് വന്ന ചിരി കടിച്ചു പിടിച്ച് ശ്രീ പുറത്തേക്ക് പോയി. നിമ്മി വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ മാത്രം ചിരിക്കും എന്നതിനാലാണ് അവളെ ഓഫീസിലേക്ക് ശ്രീ വിളിച്ചത്. കുറച്ച് വൈകിയാണെങ്കിൽ അവൾ സമ്മതിക്കുമെന്ന് ശ്രീക്ക് അറിയായിരുന്നു. വൈകുന്നേരത്തോടെ അനുവും വേണിയും തിരിച്ചു പോയിരുന്നു. ഓഫീസിലെ വർക്കുകളെല്ലാം ഇന്നത്തോടെ അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു ദത്തൻ. അവനെ വെറുതെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി വർണ്ണ അവിടെ അവൻ്റെ അരികിലേക്ക് പോയില്ല. ഉമ്മറത്തെ സ്റ്റെപ്പിലായി താടിക്കും കൈ കൊടുത്തിരുന്നു. ശരീരത്തിലാകെ ഒരു ക്ഷീണം പോലെ, ഒന്നിനും വയ്യ. അവൾ പുറത്തെ ഗാർഡനിലേക്ക് നോക്കിയിരുന്നു. വൈകുന്നേരമായതിനാൽ ഇരുട്ട് പടരാൻ തുടങ്ങിയിരുന്നു. ചെറുതായി വീശുന്ന കാറ്റിൽ പൂക്കളുടെ സുഗന്ധ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. ഓരോന്ന് നോക്കി നോക്കി അവസാനം വർണ്ണയുടെ കണ്ണുകൾ ചെന്ന് നിന്നത് മുറ്റത്തെ മാവിൽ പടർന്നു കയറിയ മുല്ലവള്ളിയിലാണ്. അതിൽ നിറയെ മുല്ലമുട്ടുകൾ വിരിയാറായി നിൽക്കുന്നു. അതെഴുന്നേറ്റ് ചെന്ന് പറിക്കണമെന്നുണ്ടെങ്കിലും വയ്യ, ഒരു മടി പോലെ. അതുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു. റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ദത്തൻ വർണ്ണയെ കണ്ട് ഉമ്മറത്തേക്ക് വന്നു. വർണ്ണയുടെ അരികിലായി വന്നിരുന്നു. എന്താടാ മുഖം വല്ലാണ്ടിരിക്കണേ? അവളെ കണ്ട് ദത്തൻ ചോദിച്ചു. ഒന്നുമില്ല ദത്ത. അവൾ ദത്തൻ്റെ തോളിലേക്ക് തല വെച്ച് കിടന്നു. ചെറുതായി പനിക്കുന്നുണ്ടല്ലോ കുഞ്ഞ്, എണീക്ക്, ഹോസ്പിറ്റലിൽ പോവാം. ദത്തൻ അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി പറഞ്ഞു. വേണ്ട ദത്ത, നീ ഇങ്ങനെ എൻ്റെ കൂടെ ഇരുന്നാൽ മതി. വർണ്ണ അവൻ്റെ മടിയിലേക്ക് തല വെച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഇനി പനി വരുവാടാ. സാരില്ല കേട്ടോ, റെസ്റ്റ് എടുത്താൽ മാറും. കുറവില്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ ഡോക്ടറെ കാണാൻ പോവാം. ദത്തനും അവളുടെ പുറത്തേക്ക് തല വെച്ച് കിടന്നു. അല്ല കുഞ്ഞേ, നാളെ പോവണ്ടേ നമുക്ക്? എങ്ങോട്ട് ദത്ത? തറവാട്ടിലേക്കാണോ? അത്രയും നേരം വാടി തളർന്നിരുന്ന വർണ്ണ ചാടി എണീറ്റു. അയ്യടി,
ഇപ്പം അവളുടെ എല്ലാ അസുഖം മാറി. ഞാൻ കോളേജിൽ പോകുന്ന കാര്യമാണ് പറഞ്ഞേ. അത് കേട്ടത് അവളുടെ മുഖം മങ്ങി. ആ പോവാം, തിങ്കളാഴ്ച ആവട്ടെ. തിങ്കളാഴ്ചയാ? അത് 4 മുടക്കി മനസ്സിൽ വെച്ചാൽ മതി. നാളെ മുതൽ മര്യാദയ്ക്ക് പൊക്കോണം. എനിക്ക് വയ്യതത്ത, പനിയാ. ഞാനത് സഹിച്ച് ക്ലാസ്സിൽ പോയാലും ഇത് അനുവും വേണിക്കും പകരില്ലേ. അതുകൊണ്ട് പനി മുഴുവൻ മാറിയിട്ട് ഞാൻ തിങ്കളാഴ്ച പോവാം. ഇതങ്ങനെ പകരുന്ന പനിയല്ല. മര്യാദയ്ക്ക് നാളെ ക്ലാസ്സിൽ പൊക്കോണം. അത് പറയാൻ നീ എന്താ ഡോക്ടറാണോ? ഇത് പകരുന്നതാണോന്ന്? ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷേ ഈ പനി വരാൻ കാരണക്കാരൻ ഞാനാണല്ലോ. വർണ്ണയെ നോക്കി പറഞ്ഞതത്തൻ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്ന അവളുടെ കാതിലായി എന്തോ പറഞ്ഞു. വർണ്ണയുടെ മുഖത്ത് നാണം നിറഞ്ഞു. പൊടുക്കള്ളതത്ത. അവൾ നാണത്തോടെ ദത്തൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ദത്തൻ ഇരു കൈകൾ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിരുന്നു. കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു. ദത്ത, നമ്മളെന്നാ ഇനി തറവാട്ടിൽ പോവാ? എൻ്റെ കുട്ടിക്ക് അവിടെ അത്ര ഇഷ്ടമാണോ? അവിടെ നല്ല രസമല്ലേ. ശീലു, ഭദ്ര, ചേച്ചിമാർ, ചേട്ടന്മാർ, അമ്മ, ചെറിയമ്മ, മുത്തശ്ശി, പപ്പ, പിന്നെ ഇപ്പം മാലതി അമ്മായി എന്നോട് മിണ്ടാൻ തുടങ്ങിയല്ലോ. എനിക്ക് അവിടെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കുട്ടിയെ ഞാൻ അവിടെ കൊണ്ടാക്കിത്തരാം. അവിടെ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. ഞാൻ ഒറ്റയ്ക്കാ? അപ്പം നീയോ? ഞാനിവിടെ നിൽക്കും. എൻ്റെ വർക്കൊക്കെ ഇവിടെയല്ലേ. അതൊക്കെ അവിടേക്ക് ആക്കിക്കൂടെ? നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക്? അതിനെന്താ, ഞാൻ മാസത്തിൽ 2 ദിവസം വരാം. പറ്റില്ല, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ദത്ത. എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നും, സങ്കടം വരും. പെതുമ്പലോടെ പറഞ്ഞ് അവനെ ചുറ്റിപ്പിടിച്ചു. അയ്യടാ, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിന്നെ അങ്ങോട്ടേക്ക് വിട്ടയക്കാൻ പോവല്ലേ. നിൻ്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ വെറുതെ ചോദിച്ചതാ. അപ്പം ഞാൻ ഇല്ലെങ്കിൽ നിനക്ക് സങ്കടമാവോ? ഏയ്, സങ്കടമൊന്നും ആവില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ മരിച്ചു പോവും. എൻ്റെ ജീവൻ പോലെ ഈ കുഞ്ഞിപ്പെണ്ണീൻ്റെ കയ്യിലല്ലേ. അപ്പം നീ അടുത്തില്ലെങ്കിൽ ഞാനുണ്ടോ? നീ പോയാൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? അവളെ തന്നിലേക്ക് ചേർത്ത് അത് പറയുമ്പോൾ ആ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു ദത്തന് വർണ്ണയോടുള്ള അടങ്ങാത്ത പ്രണയവും വാത്സല്യവും. ദത്തൻ്റെ തോളിൽ തല വെച്ചിരിക്കുമ്പോഴാണ് ഗേറ്റ് തുറന്ന് 2 പേർ വരുന്നത് കണ്ടത്. ദത്തനും പറഞ്ഞ് ഇരുന്നിടത്ത് എണീറ്റു. ഇന്നലെ വന്നു എന്നറിഞ്ഞു, വരാൻ പറ്റിയില്ല. എടാ സനൂപേ, നീ ആളാകെ മാറിപ്പോയല്ലോ. ജിത്തു പറഞ്ഞിരുന്നു നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ കാര്യം. ദത്തൻ സനൂപിൻ്റെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞു. എന്നാൽ അവൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. സത്യത്തിൽ ദത്തനെ പേടിച്ചാണ് അവൻ ഇന്നലെ വരാതിരുന്നത് പോലും. പക്ഷേ ഇപ്പോഴാണ് ദത്തൻ്റെ ചിരിയും സംസാരം അവന് സ്വയം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതാണോ വൈഫ്? ദത്തൻ തോളിൽ കുലുക്കി ചോദിച്ചപ്പോഴാണ് അവൻ സ്വഭാവത്തിലേക്ക് വന്നത്. അതെ, അശ്വതി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് ഒളിച്ചോടി കല്യാണം കഴിക്കേണ്ടി വന്നു, അവൻ ചമ്മലോടെ പറഞ്ഞു. അശ്വതി, ഇത് ദേവദത്തൻ, ഇത് വർണ്ണ പെങ്ങളെ, ഇതെൻ്റെ ഭാര്യ അശ്വതി. അവരെ അനൂപ് പരസ്പരം പരിചയപ്പെടുത്തി. നിന്ന് സംസാരിക്കാതെ അകത്തേക്ക് വാ. ദത്തൻ അവരെ വിളിച്ച് അകത്തേക്ക് നടന്നു. വർണ്ണ വേഗം ചെന്ന് ചായ ഉണ്ടാക്കി 3 ഗ്ലാസ് ചായയുമായി അവരുടെ അരികിലേക്ക് വന്നു. പെങ്ങളപ്പം പഠിപ്പ് നിർത്തിയ? അനുവിൻ്റെ വേണിയുടെയും കൂടെ കാണാറില്ല? ഏയ് ഇല്ല, നാളെ മുതൽ പോകണം. നാട്ടിൽ പോയ കാരണം 2-3 ആഴ്ച പോയി ക്ലാസ് പോയി കിട്ടി. ദത്തനാണ് ഉത്തരം പറഞ്ഞത്. ഞാനിപ്പോൾ പഴയ പരിപാടിയെല്ലാം നിർത്തി. ഇപ്പോൾ ഒരു ഓട്ടോ വാങ്ങി, അതിൽ നിന്നും വരുമാനം കിട്ടും. ചായ കുടിച്ചുകൊണ്ട് സനൂപ് പറഞ്ഞു. അപ്പം അശ്വതിയുടെ വീട്ടിലാരൊക്കെയുണ്ട്? എന്തൊക്കെ പറഞ്ഞാലും മൂളിച്ചോട്ടം വേണ്ടായിരുന്നു. ബന്ധുക്കളെയൊക്കെ കൂട്ടി ചെന്നിട്ട് സംസാരിച്ച് നോക്കായിരുന്നില്ലേ? ദത്തൻ പറഞ്ഞു. എനിക്കങ്ങനെ വീടും വീട്ടുകാരും ഇല്ലേ ചേട്ടാ. പള്ളി വക ഒരു അനാഥാലയത്തിലാണ് ഞാൻ പഠിച്ചതും വളർന്നതും. ഞാൻ സനൂപും +2 ഒരു സ്കൂളിലായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയ ഇഷ്ടമാണ്. പിന്നെ +2 കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളി വകയിലുള്ള ഒരു കൈത്തറി യൂണിറ്റിൽ സെയിൽസ് ഗേളായിട്ട് കയറി. സനൂപ് പലവട്ടം അവിടുത്തെ മദറിനോട് വന്ന് സംസാരിച്ചതാ. പക്ഷേ ഇവൻ്റെ ഒടുക്കത്തെ ഒരു കൂടിയും കഞ്ചാവ് അടിച്ച പോലെ പണ്ടത്തെ ലുക്കും കണ്ട്
മാതരമ്മ അപ്പം തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. പിന്നീട് ഇവൻ കൂടിയെല്ലാം നിർത്തി വന്നപ്പോൾ അവർ പ്രണയ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഓർഫനേജിൽ ഒരു കുട്ടി അങ്ങനെ ചെയ്ത എല്ലാവരും അത് പിന്തുടരുന്നും പറഞ്ഞ് സമ്മതിച്ചില്ല. തെറ്റാന്നറിയാം, പക്ഷെ വേറെ വഴിയില്ലാത്തത് കൊണ്ടാ ഇവൻ്റെ കൂടെ വന്നേ. സ്മിത ചേച്ചി എവിടെ? സുഖല്ലേ ചേച്ചിക്ക്? വർണ്ണ സനൂപിനോട് ചോദിച്ചു. ദത്തൻ അവളെ ഒന്ന് നോക്കി. അസൂയയും കുശുമ്പും നല്ല രീതിയിൽ തന്നെ അവളുടെ മുഖത്തുണ്ട്. സ്മിത പോയി. നിങ്ങൾ പോയതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു അവൾ തന്നെ അളിയനെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു. പിറ്റേ ദിവസം അളിയൻ വന്ന് അവളെ കൊണ്ടുപോയി. അത് കേട്ടതും വർണ്ണയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, സമയം കുറച്ചായി. അമ്മ അവിടെ ഒറ്റയ്ക്കാ, അച്ഛൻ വരെ 8 മണി കഴിയും. സനൂപ് അശ്വതി യാത്ര പറഞ്ഞിറങ്ങി. ചേച്ചിക്ക് മുല്ലപ്പൂ വേണോ? മാവിലേക്ക് ചൂണ്ടി വർണ്ണ ചോദിച്ചു. മാവിൽ പടർന്നു കയറിയ മുല്ലമുട്ട് സനൂപ് തന്നെ പറിച്ചും കൊടുത്തു. അതിൽ പകുതി വർണ്ണയ്ക്ക് കൊടുത്തു. അവൾ വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ അശ്വതി നിർബന്ധിച്ചു. അവർ രണ്ടുപേരും ഗേറ്റ് കടന്നു പോകുന്നു നോക്കി മുറ്റത്ത് വർണ്ണയും ദത്തനും നിന്നു. നമുക്ക് ലവ് മാരേജ് മതിയായിരുന്നു അല്ലേ ദത്ത? അവൾ കയ്യിലെ മുല്ലപ്പൂ മണത്തോണ്ട് ചോദിച്ചു. അതെന്താ അങ്ങനെ? അല്ല, ഈ പ്രണയിച്ച് നടക്കാൻ നല്ല രസമായിരിക്കുമല്ലോ. ഈ കഥകളിലും സിനിമകളിലൊക്കെ അങ്ങനെയല്ലേ, നാട്ടിലെ പ്രധാന തമ്മാടിയെ പ്രണയിക്കുന്ന നായിക, എന്നാൽ അവൾ അറിയാതെ നമ്മുടെ മാടി നായകനും അവളെ പ്രണയിക്കുന്നു. അങ്ങനെ ഒരു ദിവസം നായിക ആരെങ്കിലും ഉപദ്രവിക്കും, നമ്മുടെ നായകൻ രക്ഷിക്കും. ഫൈറ്റ്, ചേസ്, സോങ്, അവസാനം അവർ തമ്മിൽ റൊമാൻസ്. ഓഹോ, പക്ഷേ അതൊക്കെ അങ്ങ് കഥയിൽ മാത്രം, ജീവിതത്തിൽ നോവേ. പിന്നെ എൻ്റെ കുട്ടി ആരാ പറഞ്ഞ ലവ് മാരേജ് മാത്രമാണ് അടിപൊളിയെന്ന്? അറേഞ്ച് മാരേജ് ചെയ്തവർ നന്നായി ജീവിക്കുന്നുണ്ടല്ലോ. ലവ് ഓർ അറേഞ്ച്ഡ് മാരേജ് ഏതായാലും രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ജീവിക്കുന്നതിലാണ് കാര്യം. അത് പറഞ്ഞ് അവളുടെ തോളിലൂടെ കൈയിട്ട് ദത്തനകത്തേക്ക് നടന്നു. പിന്നെ വർണ്ണയും പലവട്ടം തറവാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നെങ്കിലും ഷീലുവിൻ്റെയും ഭദ്രയുടെയും പിറന്നാളിന് പോകുമെന്ന് പറഞ്ഞ് ദത്തൻ സമാധാനപ്പെടുത്തി. ചെറിയൊരു പനിയുള്ളതിനാൽ രാത്രി കഞ്ഞിയാണ് കുടിച്ചത്. വർണ്ണ വേണ്ടാന്ന് പലവട്ടം പറഞ്ഞുവെങ്കിലും ദത്തൻ അതിന് സമ്മതിക്കാതെ മുഴുവൻ കുടിപ്പിച്ചു. രാത്രി ദത്തൻ്റെ നെഞ്ചിൽ തല വെച്ച് കിടക്കാണ് വർണ്ണ. ദത്തൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടുന്നുണ്ട്. ദത്ത, നമുക്ക് ആമി ചേച്ചി അമ്മായിയും കാണാൻ ഒരു ദിവസം പോണട്ടോ. പിന്നെ മാമന് പണ്ടത്തെ പോലെ ദേഷ്യമൊന്നുമില്ല, നിന്നെ പേടിച്ചിട്ടായിരിക്കും. അല്ല ദത്ത, നിമ്മി ചേച്ചിയുടെ കാര്യം എന്തായി? നിനക്ക് മുത്തശ്ശിയോട് പറഞ്ഞുകൂടെ ശ്രീയേൻ്റെ നിമ്മി ചേച്ചിയുടെ കാര്യം? അപ്പോൾ പാർത്ഥിയേൻ്റെയും ധ്രുവിയേൻ്റെയും കല്യാണത്തിനൊപ്പം അവരുടെയും കൂടെ നടത്തിക്കൂടെ? അത് നടക്കുന്നു തോന്നണില്ല, കാരണം അഭി നൽകിയ ഷോക്കിൽ നിന്ന് നിമ്മിക്ക് അത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയില്ല. മാത്രമല്ല ശ്രീ അവളെ സ്നേഹിക്കുന്ന കാര്യം നിമ്മിക്ക് അറിയുകയില്ലല്ലോ. അപ്പം ഏട്ടനത് പറഞ്ഞൂടെ? അങ്ങനെ പെട്ടെന്ന് തുറന്നു പറഞ്ഞാൽ നിമ്മിയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. സമയം സന്ദർഭമൊക്കെ നോക്കിയിട്ട് ശ്രീ തന്നെ എല്ലാം പറഞ്ഞോളും. അതൊന്നും ആലോചിച്ചിട്ട് എൻ്റെ കുട്ടി തല ചൂടാക്കണ്ട. നാളെ ക്ലാസ്സിൽ പോകേണ്ടതല്ലേ, ഉറങ്ങിക്കോ. എനിക്ക് വയ്യതെത്ത പനിയ, അതുകൊണ്ട് ഉറക്കം വരുന്നില്ല. ഉറങ്ങാതെ നാളെ ക്ലാസ്സിൽ പോയി ഉറക്കം വരും, മിസ് വഴക്ക് പറയും. ആണോ? എന്നാൽ നമുക്കതൊന്ന് പറയണമല്ലോ. പനി മാറിയില്ലെങ്കിൽ എൻ്റെ കുട്ടി പോകണ്ട കേട്ടാ. ദത്തൻ തൽക്കാലം അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. അല്ലെങ്കിൽ മടിച്ച് ക്ലാസ്സിൽ പോകാൻ മടിച്ച് നാളെ രാവിലെ ഉറങ്ങാതെ കിടക്കും. ദത്ത, പാട്ട്, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് അറിഞ്ഞൂടെ കുഞ്ഞ്, എനിക്ക് പാട്ട് പാടാൻ അറിയില്ലെന്ന്. ഞാൻ ഫോണിൽ വെച്ച് തരാം. വേണ്ട, നീ പാടണം. എനിക്കറിയില്ലട കുഞ്ഞാ. എന്നാൽ ഞാൻ ഉറങ്ങില്ല. ദേ കുഞ്ഞെ, എനിക്ക് വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടാ. ഈ ഇടയായിട്ട് നിൻ്റെ വാശി വല്ലാതെ കൂടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഗതി അവസാനം സുമിത്ര ചേച്ചിയെ പോലെയാവും. എനിക്കറിയാം, എൻ്റെ ചെറിയ ആഗ്രഹം പോലും സാധിപ്പിച്ചു തരാൻ വയ്യാലോ. പറഞ്ഞ പിണക്കത്തോടെ പറഞ്ഞതും ദത്തൻ തലയിൽ കൈവച്ച് പോയി. ദത്തൻ്റെ കുഞ്ഞേ, പൊന്നേ, പഞ്ചാരേ, ചക്കര കുട്ടി ഇങ്ങനെ പിണങ്ങാതെ. എൻ്റെ പൊന്ന് പറഞ്ഞ ദത്തൻ ഒന്നല്ല 1000 പാട്ട് പാടും. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ പിണക്കം അത് മാത്രമേ ദത്തന് സഹിക്കില്ല. അവളെ തിന്നി നിന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. സത്യമായിട്ടും പാടുമോ?
പക്ഷെ എന്നും നിൻ്റെ വാശിക്ക് നിൽക്കുന്നു വിചാരിക്കണ്ട കേട്ടാ. അത് പറഞ്ഞ് എണീറ്റ് അവൻ്റെ മേലിലേക്ക് കയറി കിടന്നു. ദത്തൻ അവളെ കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചും അവൻ്റെ ചുണ്ടിലായി ഒന്ന് ഉമ്മ വെച്ച് അവൻ്റെ കഴുത്തിലേക്ക് മുഖം ഉയർത്തി കിടന്നു. ദത്തൻ അവളുടെ പുറത്ത് പതിയെ താളമിട്ട് പാടാൻ തുടങ്ങി. ഇതൊരമരഗന്ധർവയാമം, ഇതൊരനക സംഗീത സല്ലാപം, അലനുറിയും ആഷാഢതീരം, അതിലമൃദു പെയ്യും ഈ ഏഴാം യാമം. അറിയാതെ അറിയാതെ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വായി പ്രണയകൽപ്പത്തിലമരാൻ. പാട്ടൊക്കെ കേട്ട് സന്തോഷമായില്ലേ? അപ്പോൾ പോയി കിടന്നുറങ്ങിക്കോട്ടാ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ. താങ്ക് യു.